ഹലോ ഗായ്സ്, സിമ്പിൾ സ്റ്റഫ് വിത്ത് വൈഷൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. MIT ആപ്പ് ഇൻവെൻറ്ററിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ആദ്യം മൊബൈൽ ആപ്ലിക്കേഷൻ ഒന്ന് തുറന്ന് കാണിക്കാം. ഏത് രീതിയിലാണ് എനിക്ക് വേണ്ടത് അന്ന് നമുക്കത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് മൊബൈൽ ആപ്ലിക്കേഷൻ വേണ്ടതെന്ന്. അത് സിമ്പിളായിട്ടുള്ളൊരു യൂസർ ഇൻ്റർഫേസ്, അതായത് അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും യൂസർ ഇൻ്റർഫേസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടാലും മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഓൾറെഡി ആ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കാണാം. ഓക്കെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ആപ്പ്. ഈ ആനിമൽ 1 എന്നുള്ള ഒരു ആപ്പാണ് ഞാൻ ഉണ്ടാക്കിയത്. സിമ്പിളായിട്ടുള്ളൊരു ആപ്പാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ രീതിയിലാണ് എനിക്ക് യൂസർ ഇൻ്റർഫേസ് വേണ്ടത്. ആനിമൽ ആപ്പ്, അതായത് ഒരു ക്ലോസ് ബട്ടൺ ഉണ്ട്. ഫസ്റ്റ് ആനിമൽ ആപ്പ് എന്ന് പേരുണ്ട്. പിന്നെ കുറച്ച് ആനിമൽസിൻ്റെ ഫേസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ആനിമൽസിനെ ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ സൗണ്ട് വരണം. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം ഈ ഒരു ആപ്പ് കൊണ്ട്. ഓക്കെ, അതുമാത്രമല്ല ഇവിടെ ക്ലോസ് ബട്ടൺ അമർത്തുമ്പോൾ എനിക്ക് ക്ലോസ് ആകണം ആപ്പ്. അങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ആപ്പാണ്. നമ്മൾ തുടക്കത്തിൽ പഠിക്കാൻ പോകുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ആപ്പാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാം ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ അന്നേരം ബാക്കിയുള്ള ടൂൾസും കാര്യങ്ങളും നമുക്ക് ഓരോന്ന് ഫംഗ്ഷൻസും കാര്യങ്ങളും മനസ്സിലാക്കി വരും ഓരോന്നായിട്ട്. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ഞാൻ ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ പോയിട്ട് MIT ആപ്പ് ഇൻവെൻറ്റർ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. appinventor.mit.edu. അവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ് ആപ്സ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഞാൻ ഓൾറെഡി എൻ്റെ Gmail സൈൻ ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് സൈൻ ഇൻ ആവും. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ ഓൾറെഡി പറയുന്നുണ്ട് പ്ലീസ് ചൂസ് എ പ്രോജക്റ്റ് ടു ഓപ്പൺ ഓർ ക്രിയേറ്റ് എ ന്യൂ പ്രോജക്റ്റ്. നമുക്കിപ്പോൾ പുതിയ പ്രോജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ന്യൂ പ്രോജക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ന്യൂ പ്രോജക്റ്റിൽ ഇവിടെ ആപ്പിൻ്റെ പേര് കൊടുക്കുക. ആനിമൽ ഏത് ആപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ഇതാണ് ആപ്പിൻ്റെ പേര് വരുന്നത്. ഓക്കെ, പ്രൊജക്റ്റ് നെയിം ആനിമൽ എന്ന് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇതാണ് യൂസർ ഇൻ്റർഫേസ്, അതായത് ഡിസൈനർ സെക്ഷൻ, യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് സെക്ഷൻ. ഈ രണ്ട് സെക്ഷനാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രീൻ പോയാൽ സ്ക്രീനിൽ കുറേ പ്രോപ്പർട്ടീസ് എല്ലാം കാണാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസിൽ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ ആപ്പ് ഓൾറെഡി കാണിച്ചിരുന്നു. ആ ഒരു ആപ്പിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിതിന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ സ്ക്രീന്, എബൌട്ട് സ്ക്രീന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട് ഇടുന്നത്. അപ്പോൾ ഇമേജ്, ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ, ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. ഞാനിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് അതിൻ്റെ അകത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജിൻ്റെ സെക്ഷനിൽ പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് ഫയൽ കൊടുക്കുക, ചൂസ് ഫയൽ കൊടുക്കുക, എന്നിട്ട് മെറൂൺ കളർ കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ നിലവിൽ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നത്. ഏത് ഇമേജ് വേണ്ടി സെലക്ട് ചെയ്യാം. ആ ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. വെയിറ്റ് ചെയ്യാം. അപ്പോൾ സ്ലോലി അത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഇവിടെ ആനിമേഷൻ, ക്ലോസ് ആനിമേഷൻ, ഓപ്പൺ സ്ക്രീൻ ആനിമേഷൻ, അത് ആപ്പ് തുറക്കുമ്പോൾ ഏത് രീതിയിലാണ് വേണ്ടത് അതെല്ലാം കുറേ ഓപ്ഷൻസ് എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം സ്ക്രീൻ ഓറിയൻറ്റേഷൻ. അതായത് നമുക്ക് ലാൻഡ്സ്കേപ്പിൽ വേണം, പോർട്രേറ്റിൽ വേണം. അതായത് നമ്മൾ സാധാരണ വീഡിയോ എല്ലാം കാണുമ്പോൾ ഓറിയൻറ്റേഷൻ മാറുന്നുണ്ടല്ലോ. നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡൽ വെച്ചാൽ അത് ആ ഒരു ഫോർമാറ്റിലേക്ക് വരും. നേർക്ക് വെച്ചാൽ പോർട്രേറ്റിൽ ഫോർമാറ്റിലേക്ക്, ആ രീതിയിൽ. എനിക്കിപ്പോൾ ഈ ഒരു ആപ്പിന് വേണ്ടിയിട്ട് ആപ്പിന് പോർട്രേറ്റ് ഫോർമാറ്റാണ് വേണ്ടത്. എനിക്ക് ലാൻഡ്സ്കേപ്പിൽ ഫോർമാറ്റിലേക്ക് പോകണ്ട, ഓട്ടോമാറ്റിക്കലി അത് ഫിക്സ് ആയിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ അത് ലാൻഡ്സ്കേപ്പ് ഫോർമാറ്റിൽ വെച്ചാൽ പോലും, അതായത് ഫോണ് ലാൻഡ്സ്കേപ്പ് ഫോർമാറ്റിൽ വെച്ചാൽ പോലും റൊട്ടേഷൻ ആക്ടിവേറ്റ് ആകാൻ പാടില്ല, ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ പോർട്രേറ്റ് കൊടുക്കാം. പോർട്രേറ്റ് വെച്ചാൽ ഇവിടെ അത് ഫിക്സ് ആയിരിക്കും, പോർട്രേറ്റ് മോഡലിലേ വരും. നിങ്ങളിപ്പോൾ ഫോൺ ചെരിച്ച് പിടിച്ചാൽ അത് പോർട്രേറ്റിൻ്റെ ആ ഒരു ഫോർമാറ്റിലേ വരും. ഓക്കെ, നെക്സ്റ്റ് സ്ക്രോളബിൾ ആണെങ്കിൽ സ്ക്രോളബിൾ. അപ്പോൾ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയ ആപ്പിൽ സ്ക്രോളബിൾ ആണല്ലോ, കൂടുതൽ കണ്ടൻസ് ഉണ്ടാകുമ്പോൾ അതിന് കണക്കായിട്ട് സ്ക്രോൾ ചെയ്തിട്ട് പോകുന്ന രീതിയിൽ. ഓക്കെ, ഇവിടെ തൽക്കാലത്തേക്ക് ഞാൻ സ്ക്രോളബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഷോ സ്റ്റാറ്റസ് ബാർ, അതായത് ടൈമും കാര്യങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റസ് ബാർ കാണിക്കുന്നത്. എനിക്കിപ്പോൾ എൻ്റെ ഈ ഒരു ആപ്പ് ഫുൾ സ്ക്രീൻ അല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റാറ്റസ് ബാർ അവിടെ കാണിച്ചോട്ടെ. അതുകൊണ്ട് അത് അവിടെ തന്നെ നിന്നോട്ടെ. ഇനി ടൈറ്റിൽ, ഇതാണ് ടൈറ്റിലായിട്ട് വരുന്നത്. സ്ക്രീൻ 1 എന്നുള്ള സാധനം ടൈറ്റിലായിട്ട് വരുന്നത്. അപ്പോൾ ടൈറ്റിൽ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ആപ്പിൽ ഓൾറെഡി ഞാൻ അതൊന്നും വെച്ചിട്ടില്ല, ഈ ഒരു ടൈറ്റിലായിട്ട് വെച്ചിട്ടില്ല. അത് വേറെ തന്നെ ലാബിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അൺടിക്ക് ചെയ്യാം. ഈ ടൈറ്റിൽ വിസിബിലിറ്റി കളയാം. ഓക്കെ, എനിക്ക് ടൈറ്റിൽ നിലവിൽ ആ ടൈറ്റിൽ ഈ ഒരു സ്ക്രീൻ വേണമെന്നുള്ള ടൈറ്റിൽ വേണ്ട. അപ്പോൾ അൺടിക്ക് ചെയ്യാം. അപ്പോൾ അത് പോയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന് ശേഷം ഞാൻ ഓരോ കാര്യങ്ങൾ ഈ ഒരു സ്പേസിലേക്ക്, ഈ ഒരു സ്ക്രീനിലേക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് കൊണ്ടുവരുന്നു. ഫസ്റ്റ് എനിക്ക് ബട്ടണാണ് വേണ്ടത്. അപ്പം ബട്ടണിൻ്റെ അറേഞ്ച്മെൻറ്റ് വളരെ നമുക്ക് നോക്കാം. ബട്ടൺ ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇടും. അപ്പോൾ ബട്ടൺ ഒരു സൈഡിലേക്ക്, അത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നു. പക്ഷേ റൈറ്റ് സൈഡിലേക്ക് അങ്ങനെ നമുക്ക് ഡ്രാഗ് ചെയ്യാനും കഴിയില്ല. ഡ്രാഗ് ചെയ്താൽ അവിടെ പോകില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലേ ഔട്ട് കറക്റ്റ് ആക്കണം ഇതിൻ്റെ. അപ്പോൾ ലേ ഔട്ടിന് വേണ്ടിയിട്ട് വേറെ തന്നെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ തൊട്ട് താഴേക്ക് പോയിട്ട് ലേ ഔട്ട് ഉണ്ടോ, ഇവിടെ ലേ ഔട്ടിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ്, വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു സ്പേസിലേക്ക്, ഈ ഒരു സ്ക്രീനിലേക്ക് ഇടും.
അതിനുശേഷം ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് നേർക്കുള്ള പ്രോപ്പർട്ടീസ് പോയിട്ട് ഇവിടെ കുറേ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഹൈറ്റ് വിഡ്ത്ത്, അപ്പോൾ ഞാൻ വിഡ്ത്ത് മാറ്റിയിട്ട് ഫിൽ പാരൻ്റ് കൊടുക്കും. ഈ ഫിൽ പാരൻ്റ് കൊടുത്താൽ ഈ ഒരു സ്ക്രീൻ, അതായത് വിഡ്ത്ത് ഫുള്ളായിട്ട് വരും, കണ്ടോ, ആപ്പിൻ്റെ ഫുള്ളായിട്ട് വരും ആ രീതിയിൽ. ഓക്കെ, ഇനി ഈ ഒരു ടെക്സ്റ്റ് ബട്ടൺ ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഉള്ളിലേക്ക് ഇടുന്നു. ഓക്കെ, ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിൽ നിന്ന് നമുക്ക് അതിന് ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഡയറക്റ്റ്ലി നീങ്ങൂല. അപ്പം അടുത്തൊരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് നിലവിലുണ്ടാക്കിയ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഇടുക. ഓക്കെ, ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ടെക്സ്റ്റ് ബട്ടൺ വീണ്ടും എടുത്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ ഒരു ഇതിപ്പോൾ ഏകദേശം സെൻറ്റർ പൊസിഷൻ പോകുന്നില്ല. അപ്പം ഞാൻ നിലവിൽ രണ്ടാമത് ഉണ്ടാക്കിയ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വിഡ്ത്ത് മാറ്റിയിട്ട് ഫിൽ പാരൻ്റ് കൊടുക്കും. അപ്പോൾ ഈ ബട്ടൺ ഓട്ടോമാറ്റിക്കലി സൈഡിലേക്ക്, ഒരു സൈഡിലേക്ക് പോയല്ലോ, റൈറ്റ് സൈഡിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പോയതിന് ശേഷം നമ്മൾ ഈ ഒരു ബട്ടൺ, ടെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെല്ലാം മാറ്റാനുണ്ടല്ലോ, ടെക്സ്റ്റ് ഫോർ ദ ബട്ടൺ, അതായത് ഇതാണ് ടെക്സ്റ്റ്. അപ്പോൾ എനിക്ക് ടെക്സ്റ്റ് വേണ്ട, എനിക്കിപ്പം ഞാനിപ്പോൾ ഒരു ക്ലോസ് ബട്ടൺ അല്ല അവിടെ വരുന്നത്, ക്ലോസ് എന്നുള്ള ഒരു ലോഗോ അവിടെ വരുന്നത്. അപ്പം ഈ ഒരു ടെക്സ്റ്റ് അവിടെ ആവശ്യമില്ല, അതിപ്പോൾ കംപ്ലീറ്റ് മാറ്റി കളയാം. എന്നിട്ട് വിസിബിലിറ്റി ഇതെല്ലാം, ഹൈറ്റ്, ഫസ്റ്റ് ഇമേജ്, ഞാനിപ്പോൾ ഇമേജ് അവിടെ ഇവിടെ കൊടുത്തത് ഈ ബട്ടൻ്റെ മേലെ ഒരു ഇമേജ് വരണം, ക്ലോസ് ഇമേജ്. അതായത് ഇവിടെ പോയിട്ട് ബട്ടൻ്റെ പ്രോപ്പർട്ടീസ് പോയിട്ട് ഇമേജ് പോയിട്ട് വീണ്ടും അപ്ലോഡ് ഫയൽ കൊടുക്കുക, ചൂസ് ഫയൽ കൊടുക്കുക. ഈ ഒരു ക്ലോസ് ഐക്കണുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കും, എന്നിട്ട് ഓക്കെ കൊടുക്കും. ഓക്കെ, ഈ ഒരു ഡയമെൻഷനാണ് ഇതിന് ഓൾറെഡി ഉള്ളത്, അതുകൊണ്ട് ഇത് ഫുള്ളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് കണക്കായിട്ട് എനിക്ക് ഈ ബട്ടൺ കുറച്ച് കൊണ്ടുവരണം, ഈ ബട്ടൻ്റെ സൈസ്. ഇതിപ്പോൾ ആ ഇമേജിൻ്റെ സൈസ് ഇത്രയേ ഉള്ളതുകൊണ്ട് അത് ഫുൾ സ്ക്രീനിലായിട്ട് വന്നത്. അപ്പോൾ അതിന് കണക്കായിട്ട് നമുക്ക് ഈ ഒരു ഹൈറ്റ്, ഇതിൻ്റെ ഹൈറ്റ്, ഈ ഇമേജിൻ്റെ ഹൈറ്റ്, അതായത് ഈ ബട്ടൻ്റെ ഹൈറ്റും വിഡ്ത്തും കുറച്ചും കൂടി മാറ്റാം. വീണ്ടും ബട്ടൻ്റെ പ്രോപ്പർട്ടീസ് തന്നെ ഉള്ളു കേട്ടോ. ബട്ടൻ്റെ പ്രോപ്പർട്ടീസ് പോയിട്ട് പെർസെൻറ്റേജ്, ഇതിപ്പോൾ ഞാൻ പെർസെൻറ്റേജ് വെച്ചിട്ട് കുറക്കുന്നു, ഹൈറ്റ് ഒരു 5% ആക്കുന്നു. ഓക്കെ, അപ്പോൾ കുറയുന്നുണ്ടോ. വിഡ്ത്ത് ഒരു 10% ആക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. കണ്ടോ, ഒരു സൈഡിലേക്ക് പോയല്ലോ. ഓക്കെ, അപ്പം ഈ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോട്ടിൽ തന്നെ നമുക്ക്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് സ്പോട്ടിൽ തന്നെ നമ്മളെ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ വേറെ ടെൻഷനൊന്നും അടിക്കേണ്ട, ഇത് ചെയ്യുമ്പോൾ നമുക്ക് സ്പോട്ടിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ റിസൾട്ട് വ്യൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് വരുന്നതെന്ന്, ഇതിൻ്റെ ഒരു സ്ക്രീനിൻ്റെ പാറ്റേൺ. കാരണം ഈ ഒരു സ്ക്രീന് ചെറിയൊരു ഫോണിൻ്റെ സൈസ് മാത്രമാണ്. നമ്മളെ ഫോണിൻ്റെ സൈസിൽ, എൻ്റെ ഫോണിൻ്റെ സൈസ് അത്യാവശ്യം സൈസുള്ള ഫോണാണ്. അപ്പം അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി നമുക്ക് സ്പോട്ടിൽ തന്നെ നമ്മൾ റിസൾട്ട് അല്ല ഔട്ട്പുട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഔട്ട്പുട്ട് വ്യൂ ചെയ്യേണ്ടിക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു, കണക്റ്റ് പോയിട്ട് AI കമ്പാനിയൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു QR കോഡ് കാണിക്കും. ഓക്കെ, അപ്പോൾ ഈ QR കോഡ് കാണിച്ചതിന് ശേഷം ഞാൻ എൻ്റെ മൊബൈലിൽ MIT AI2 കമ്പാനിയൻ ഒരു ആപ്പ് ഉണ്ടല്ലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു. ആ ഒരു ആപ്പിലേക്ക് പോയിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ആപ്പ് എടുത്തിട്ട് സ്കാൻ QR കോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യാം. ഓക്കെ, സ്കാൻ ചെയ്തിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അല്ല ഔട്ട്പുട്ട് സ്പോട്ടിൽ തന്നെ കാണിക്കുന്നതാണ്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം ഇത് കണക്ട് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് കാണുന്നുണ്ടല്ലോ, ക്ലോസ് ബട്ടൺ വന്നിട്ടുണ്ട്, ഒരു സൈഡിൽ പോയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അതെങ്ങനെ വേണ്ടിക്ക് അറേഞ്ച് ചെയ്യാം, അതായത് ഈ ഒരു ബട്ടൺ എൻഡിൽ പോയിട്ട് എന്നുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ കുറച്ച് സ്പേസിങ് വേണ്ടിക്കൽ നമുക്ക് ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് വീണ്ടും ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ വായിക്കും, ഓട്ടോമാറ്റിക്കലി അവിടെ സ്പേസിങ് വന്നു. അത് സ്പോട്ടിൽ തന്നെ നമുക്ക് നമ്മൾ റിസൾട്ട് ഔട്ട്പുട്ട് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നിട്ടുണ്ടോ. ഓക്കെ, അതായത് ഇവിടെ കാണുന്ന സൈസ് അല്ല ആക്ച്വലി നമ്മൾ ഫോണിൽ വരുന്നത്. ഇവിടെ ഇപ്പോൾ സൈസ് വളരെ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് റിസൾട്ട് അതിൻ്റെ ഔട്ട്പുട്ട് സ്പോട്ടിൽ തന്നെ വ്യൂ ചെയ്യാൻ പറ്റണം. വ്യൂ ചെയ്യുന്നത് നല്ലത്, അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എവിടെയെല്ലാം ഈ അറേഞ്ച്മെൻറ്റ് വന്നേന്ന്. അപ്പോൾ ഈ ക്ലോസ് ബട്ടൺ സൈഡിൽ തന്നെ പോയിട്ട് വന്നിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് ഇതുപോലെ തന്നെ ചെയ്ത് നല്ല ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് എടുക്കുക, ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ കൊണ്ടുവരും. അടുത്ത നമുക്ക് ലാബിലാണല്ലോ ഉണ്ട്, അതൊരു ടൈറ്റിൽ, അത് ഈ ആപ്പിൻ്റെ ടൈറ്റിലായിട്ട് ഞാനൊരു കൊടുത്തിട്ടുണ്ട്, ആനിമൽ ആപ്പ് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ടൈറ്റിലേക്ക് പോകുന്നുണ്ട്, ടൈറ്റിലാണ് വരേണ്ടത്. അപ്പം ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് വീണ്ടും ഞാൻ വിഡ്ത്ത് പോയിട്ട് പ്രോപ്പർട്ടീസ് പോയിട്ട് വിഡ്ത്ത് പോയിട്ട് ഫിൽ പാരൻ്റ് കൊടുക്കും, അത് ഫുള്ളായിട്ട് വരും. ഓക്കെ, അതിനുശേഷം യൂസർ ഇൻ്റർഫേസിൽ വീണ്ടും പോയിട്ട് ഇതാണ് ലാബിൽ ക്ലിക്ക് ചെയ്യുക. ലാബിൽ എടുത്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് 4 എന്നുള്ള ഉള്ളിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടിടും. ഓക്കെ,
അപ്പോൾ എനിക്ക് എന്താണ് ഈ ഒരു ലാബിൽ വരേണ്ടത്? ആനിമൽ ആപ്പ് എന്നുള്ള പേരാണ് ലാബിൽ വരേണ്ടത്. ഓക്കെ, അപ്പോൾ ആനിമൽ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്യാം, ക്യാപിറ്റലിന് ടൈപ്പ് ചെയ്യാം, ആനിമൽ ആപ്പ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റിസൾട്ടിൽ വ്യൂ ചെയ്യുമ്പോൾ കാണുന്നത് ചെറിയ രീതിയിലാണ് കാണുന്നത്, ആനിമൽ ആപ്പ് ബ്ലാക്ക് കളറായിട്ട്. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് കളറെല്ലാം മാറ്റും. അത് ലാബിൽ പോയിട്ട് തന്നെ ലാബിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ടുള്ളത്. ലാബിൽ പോയിട്ട് നമ്മൾ ടെക്സ്റ്റ് ആദ്യം മാറ്റി ടെക്സ്റ്റ് കളർ മാറ്റി കൊടുക്കാം. കാരണം അടിയിൽ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആണല്ലോ, ഏകദേശം വൈറ്റോ ലൈറ്റ് ഗ്രേയോ അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട് ആനിമൽ ആപ്പ്. പക്ഷേ അതിൻ്റെ സൈസ് ഒന്ന് സെൻറ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് അലൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെൻറ്റർ കൊടുക്കും. ഓക്കെ, അതിനുശേഷം മുകളിൽ പോയിട്ട് നമ്മൾ ഫോണ്ടിൻ്റെ സൈസ് ഒന്ന് മാറ്റിയിട്ട് ഒരു 40 കൊടുക്കാം. ഓക്കെ, 40 കൊടുക്കുമ്പോൾ ആനിമൽ ആപ്പ് കുറച്ചും കൂടെ സൈസ് കൂടുതലായിട്ട് വന്നല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ലാബലിൻ്റെ വിഡ്ത്ത് ഞാനിപ്പോൾ അത് സെൻറ്റർ ചെയ്തു, എന്നിട്ട് സെൻറ്ററിൽ വന്നിട്ടില്ല. കാരണം എന്താ പറയുക, അതിൻ്റെ വിഡ്ത്ത് മാറ്റണം നമുക്ക്. ഓക്കെ, വിഡ്ത്ത് ഓട്ടോമാറ്റിക്കലി ഉള്ളത്, അത് മാറ്റിയിട്ട് ഫിൽ പാരൻ്റ് കൊടുക്കും. ഓക്കെ കൊടുക്കും. ഓക്കെ, ഇപ്പോൾ സെൻറ്ററിൽ വന്നല്ലോ, ആനിമൽ ആപ്പ് എന്നുള്ള പേര് സെൻറ്ററിൽ വന്നിട്ടുണ്ട്. വളരെ ക്വിക്കാണ്, വളരെ ക്വിക്കായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും ഓരോ റിസൾട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട്. അതുകൊണ്ട് തന്നെ വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നല്ല നമുക്ക് യൂസർ ഇൻട്രാക്റ്റീവ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, യൂസർ ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ബട്ടണാണ്. ഓരോ ബട്ടൺ വരും. അതെ, കാരണം നമ്മൾ ഫസ്റ്റ് കാറ്റിൻ്റെ ഉണ്ടാക്കി ഓരോ മൃഗങ്ങളെ ഫേസ് കണ്ടിരുന്നല്ലോ. ഓരോ മൃഗങ്ങളെ ഫേസ് വെച്ചിട്ട് ഓരോന്ന് നെക്സ്റ്റ് ആയിട്ട് വരണം. ഓക്കെ, അതെല്ലാം ഓരോ ബട്ടണാണ്. അപ്പം ബട്ടണ് നമ്മൾ പോയിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് കൺസേൺഡ് ആനിമലിൻ്റെ സൗണ്ട് വരണം. അതിനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആപ്പ് കൊണ്ട്. അപ്പം നെക്സ്റ്റ് ബട്ടൺ, അപ്പം ബട്ടണ് മുന്നേ നമ്മൾ ഒന്നും കൂടി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ബട്ടൺ ഇനി ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാൽ സംഭവിക്കാൻ നോക്കാം. ഓക്കെ, ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഇത് നിയറസ്റ്റ്, ഈ ആനിമൽ ആപ്പിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് വരുന്നത്. എനിക്ക് കുറച്ചും കൂടി ഒരു ഡിസ്റ്റൻസ് വേണം, പ്ലസ് ഇത് സെൻറ്ററിലേക്ക് വരണം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നമ്മൾ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് നമ്മൾ ലേ ഔട്ട് മാറ്റിയിട്ട് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് ആ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഉള്ളിലായിരിക്കണം ഈ ടെക്സ്റ്റ് ബട്ടൺ വരുന്നത്. ഇതിൻ്റെ എനിക്ക് സെൻറ്റർ ചെയ്യണം ആ രീതിയിൽ. നിലവിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ ഈ ഒരു ബട്ടൺ 2 എൻ്റെ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കും. യെസ്, ഓക്കെ. ഇനി ലേ ഔട്ട് പോവാം. ഇനി ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ക്ലിക്ക് ചെയ്യാം. അത് വീണ്ടും ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു സ്പേസിലേക്ക് കൊണ്ടുവരും. ഓക്കെ, അപ്പം അതിൻ്റെ ഇടയിൽ ചെറിയൊരു സ്പേസ് വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് വീണ്ടും രണ്ടാമത്തെ ഒന്നും കൂടി ഡ്രാഗ് ചെയ്യട്ടെ, ഇവിടെ ഇട്ടാൽ മതി. ഓക്കെ, അപ്പം ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് ഇനി എന്ത് വരണം, ബട്ടൺ വരണം. അപ്പോൾ അതിന് മുന്നേ ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് മാറ്റിയിട്ട് ഇതിൻ്റെ വിഡ്ത്ത് ഫിൽ പാരൻ്റ് കൊടുക്കും. എനിക്ക് സെൻട്രലാണല്ലോ വരേണ്ടത് ബട്ടൺ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ബട്ടൺ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടല്ലോ, ഈ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് 5 അതിലേക്ക് ഡ്രാഗ് ചെയ്തിട്ടിടുന്നു. ഓക്കെ, ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഹൈറ്റ് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതിന്, അതായത് ഈ ബട്ടൺ കണക്കായിട്ട് അത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആയിക്കോളും. ഓക്കെ, ഇനി ഈ ഒരു ബട്ടൻ്റെ പേര്, എനിക്ക് പേര് വേണ്ട. അപ്പം ബട്ടൻ്റെ പ്രോപ്പർട്ടീസ് പോയിട്ട് പേരങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഫൈൻ, പേര് പോയിട്ടുണ്ട്. ഈ ഒരു ബട്ടണിൻ്റെ മുകളിലുള്ള ഇമേജ് മാറ്റണം. അല്ല, ഇമേജ് മാറ്റിയിട്ട് ഞാനൊരു കാറ്റിൻ്റെ ഇമേജാണ് വെച്ചിരുന്നത്, അപ്പോൾ അതാക്കണം. അപ്പോൾ വീണ്ടും ഞാൻ ആ ഒരു ഇമേജ് സെക്ഷനിൽ പോയിട്ട് കാറ്റ് കൊടുക്കും. ഓക്കെ കൊടുക്കും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ആ കാറ്റിൻ്റെ പിക്ചർ വന്നിട്ടുണ്ട്. എൻ്റെ മൊബൈലിലും ആ കാറ്റിൻ്റെ പിക്ചർ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിപ്പോൾ ഒരു സൈഡിലേക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ സൈഡിലൊക്കെ പോയിട്ടുള്ളൂ. എനിക്കത് സെൻറ്റർ ചെയ്യണം. ഈ ഒരു കാറ്റിൻ്റെ സെൻറ്ററിലായിരിക്കണം വരേണ്ടത്. ഓക്കെ, അപ്പോൾ സെൻറ്ററിൽ വരാൻ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് പോവാം. അടുത്ത ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് എടുത്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഇടുക. എന്നിട്ട് അതിന് കണക്കായിട്ട് ഈ ഒരു കാറ്റിനെ എടുത്തിട്ട് ഒരു സൈഡിൽ കൊണ്ടുവരും. ഓക്കെ, വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്തിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിൻ്റെ വിഡ്ത്ത്, ഇതിപ്പോൾ സൈഡിലേക്കല്ല പോയിട്ടുള്ളത്, ഏകദേശം എനിക്ക് സെൻറ്ററിലാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വിഡ്ത്ത് മാറ്റിയിട്ട് ഏകദേശം ഉള്ള രീതിയിലൊരു 35% കൊടുക്കും. 35%. ഓക്കെ, ഇത് സെൻറ്റർ ചെയ്ത് വരാനാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ബട്ടൺ
ബട്ടൻ്റെ സൈസ്, അതായത് ഇപ്പോൾ കാറ്റിൻ്റെ ഈ ഒരു സൈസ് കുറച്ചും കൂടി വലുതാക്കണം. അതിനുവേണ്ടി ഞാൻ ഹൈറ്റിൻ്റെ അതായത് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പോയിട്ട് ഹൈറ്റ് പോയിട്ട് പെർസെൻറ്റേജ് മാറ്റിയിട്ട് ഒരു ഹൈറ്റ് 20 കൊടുക്കുന്നു. ഓക്കെ, ഹൈറ്റ് കൂടിയില്ല. ഇനി വിഡ്ത്ത് മാറ്റിയിട്ട് വിഡ്ത്ത് പെർസെൻറ്റേജ് ഒരു 35% ഇടുന്നു. ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ അത് ഏകദേശം സൈസ് കൂടിയിട്ടുണ്ട്, ഏകദേശം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതേ രീതിയിൽ അടുത്ത ആനിമലിൽ നമ്മൾ ആക്കുക. ഓക്കെ, അടുത്ത അതിന് വേണ്ടിയിട്ട് വീണ്ടും ഹൊറിസോണ്ടൽ ഒരു ഗ്യാപ്പ് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് എടുക്കുന്നു. ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ താഴെ കൊടുക്കുന്നു. ഓക്കെ, ഉണ്ടോ, അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് എടുക്കുന്നു. അവിടെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പിൽ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് വീണ്ടും സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് എടുത്തിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഫിൽ പാരൻ്റ് കൊടുക്കും. വിഡ്ത്ത് പോയിട്ട് ഫിൽ പാരൻ്റ് കൊടുക്കും. ഓക്കെ കൊടുക്കും. അപ്പോൾ അത് ഫില്ലായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബട്ടൺ നേരത്തെ ചെയ്ത പോലെ തന്നെ ബട്ടൺ എടുക്കും. ബട്ടൺ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഉള്ളിലേക്ക് കൊടുക്കും. ഓക്കെ, ഇതിനെ എനിക്ക് സെൻറ്ററിലേക്ക് വരണം ഈ ഒരു ബട്ടൺ. അപ്പം ബട്ടൻ്റെ മേലുള്ള ടെക്സ്റ്റും കാര്യങ്ങളും ഒന്ന് റിമൂവ് ചെയ്യണം നമുക്ക്. അപ്പോൾ ബട്ടൻ്റെ പ്രോപ്പർട്ടീസിലേക്ക് പോവുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ടെക്സ്റ്റ് മാറ്റിക്കളയാം. അതിനുശേഷം ഈ ഒരു ബട്ടണിൽ ഇമേജ് മാറ്റിയിട്ട് കവ് കൊടുക്കും. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ കവ് കൊടുക്കും. നേരത്തെ കാറ്റാണ് ചെയ്ത് ഇപ്പം കവ് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ കവ് വന്നിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇത് എനിക്ക് സെൻറ്റർ കൊണ്ടുവരണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേഔട്ടിൽ വീണ്ടും പോയിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് എടുക്കുക. ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇടുക. ഈ ഒരു നിലവിലുള്ള ഇതിൻ്റെ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിലേക്ക് ഇടുക. എന്നിട്ട് കൗവിൻ്റെ ബട്ടൺ എടുത്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഈ ഒരു ഇതിൻ്റെ വിഡ്ത്ത് നേരത്തെ നമ്മൾ എത്ര ഇട്ട് 35% ഉണ്ട്. 35. ഓക്കെ, 35 എടുത്തിട്ട് ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അതിന് കണക്കായിട്ട് ഇനി ഈ ഒരു കൗവിൻ്റെ സൈസ് നമുക്ക് കൂട്ടണം അല്ലേ. നേരത്തെ എത്ര ചെയ്ത് ഹൈറ്റിൻ്റെ പെർസെൻറ്റേജ് 20 കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ കൊടുക്കും. ഇനി വിഡ്ത്ത് എത്ര പെർസെൻറ്റേജ് 35% നേരത്തെ കൊടുത്ത പോലെ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ അത് കാണാൻ വൃത്തി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കാറ്റിൻ്റെയും കൗവിൻ്റെ സൈസെല്ലാം ഏതാണ്ട് ബട്ടൻ്റെ സൈസ് ഏതാണ്ട് ഒരേപോലെ തന്നെ സൈസ്. ഇനി അതേ രീതിയിൽ ഇനി അടുത്ത അറേഞ്ച്മെൻറ്റും കൂടി ചെയ്യാം. ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് വീണ്ടും ഡ്രാഗ് ചെയ്യാം. അടുത്തൊരു സെക്ഷനിലേക്ക് കൊടുക്കും. ഇനി വീണ്ടും അടുത്തൊരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് എടുക്കും. എന്നിട്ട് വീണ്ടും അടുത്ത സെക്ഷനിൽ കൊടുക്കും. ആ ഒരു ഗ്യാപ്പ് വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിനുശേഷം ഇത് വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് വിഡ്ത്ത് മാറ്റിയിട്ട് ഫിൽ പാരൻ്റ് കൊടുക്കും. അത് ഫില്ലാവും. അതിനുശേഷം വീണ്ടും ഞാൻ അടുത്ത ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ബട്ടൺ എടുക്കുന്നു. ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഉള്ളിലേക്ക് ഇടുന്നു. എന്നിട്ട് വീണ്ടും അടുത്ത ലേഔട്ട് പോയിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് വീണ്ടും ഡ്രാഗ് ചെയ്യുന്നു. ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നു. അതായത് നിലവിലുള്ള ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിനുള്ളിലേക്ക് ഇടുന്നു. ബട്ടൺ ഡ്രാഗ് ചെയ്തിട്ട് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, ഇനി ബട്ടൻ്റെ ടെക്സ്റ്റ് മാറ്റുന്നു. ബട്ടൻ്റെ ടെക്സ്റ്റ് മാറ്റിയിട്ട് അടുത്ത ഇമേജ്, അതായത് അടുത്ത ആനിമലിൻ്റെ ഇമേജിൻ്റെ അപ്ലോഡ് ചെയ്യുന്നു. ഡോഗാണ് വരുന്നത്. ഡോഗ് എടുക്കുക, ഓപ്പൺ ചെയ്യുക. ഓക്കെ കൊടുക്കും. ഓക്കെ, ഡോഗിൻ്റെ ഇമേജ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡോഗിൻ്റെ ഇമേജ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒരു സെക്ഷനിലെ ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിലെ വിഡ്ത്ത് വീണ്ടും മാറ്റിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അത് 35% കൊടുത്തു. 35% കൊടുത്തിട്ട് ഓക്കെ കൊടുക്കും. സെൻറ്ററിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഡോഗിൻ്റെ പ്രോപ്പർട്ടീസ് വീണ്ടും കൊടുക്കും. ഹൈറ്റ് മാറ്റിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കാറ്റിൻ്റെയും കൗവിൻ്റെയും സൈസ് ഇട്ട പോലെ തന്നെ ഇതിൻ്റെ അതും സൈസ് ഇടുമോ. ഓക്കെ, സൈസ് 20, ഹൈറ്റ് 20 ഇടുമോ പെർസെൻറ്റേജ്. വിഡ്ത്ത് 35 കൊടുക്കും. ഓക്കെ കൊടുക്കും. അപ്പോൾ ഡോഗിൻ്റെ സൈസും വലുതായിട്ട് വന്നിട്ടുണ്ട്. ഡോഗിൻ്റെ സൈസും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സെൻട്രൽ തന്നെ വന്നിട്ടുമുണ്ട്. ഓക്കെ, ഇനി അടുത്ത അറേഞ്ച്മെൻറ്റ് ഇതേ രീതിയിൽ തന്നെ വീണ്ടും ക്രിയേറ്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടുക. അടുത്തൊരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് വീണ്ടും ആക്കുക. ഡ്രാഗ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്.
അപ്പം രണ്ടാമത് ഇട്ട ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് വീണ്ടും വിഡ്ത്ത് പോയിട്ട് ഫിൽ പാരൻ്റ് കൊടുക്കുക, സൈഡിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം യൂസർ ഇൻ്റർഫേസ് പോവുക, ബട്ടൺ ഡ്രാഗ് ചെയ്യുക, അടുത്ത ബട്ടൺ ഡ്രാഗ് ചെയ്തിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയ ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് ഇടുക. വീണ്ടും നമ്മൾ ലേ ഔട്ട് പോയിട്ട് വീണ്ടും അടുത്ത ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ്, അതായത് ഈ ബട്ടൺ സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അടുത്ത ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് എടുക്കുന്നു. വീണ്ടും ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഉള്ളിലേക്ക് ഇടുന്നു. ടെക്സ്റ്റിൻ്റെ ബട്ടൺ എടുത്തിട്ട് വീണ്ടും ഡ്രാഗ് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു നമ്മൾ. ഓക്കെ, അപ്പോൾ നിലവിൽ ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് ഉള്ളിൽ ചെയ്ത ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ്, അതായത് ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് നമ്പർ 14 ആണ്. അത് വീണ്ടും അത് എല്ലാത്തിനും പേരുണ്ട്, ഞാൻ ജസ്റ്റ് പേര് പറയുന്നില്ല എന്നുള്ളൂ, കാരണം പേര് കുറേ ടൈം എടുക്കും. ഓക്കെ, ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് 14 ഇപ്പം ചെയ്യുന്നത്. അപ്പം അത് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ വിഡ്ത്ത് എത്രയാണ് മാറ്റിയത്, നമ്മൾ സെൻറ്ററിലേക്ക് ഈ ഒരു ബട്ടൺ സെൻറ്ററിലേക്ക് കൊണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് പെർസെൻറ്റേജ് മാറ്റിയിട്ട് 35 കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. എല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ 35 കൊടുക്കുന്നിട്ട് ഒരു സെൻറ്ററിലേക്ക് കൊണ്ടുവന്നു ബട്ടൺ. അപ്പം ബട്ടൺ ഇനി നമുക്ക് മാറ്റണം. ബട്ടണിൻ്റെ പ്രോപ്പർട്ടീസ് പോയിട്ട് വീണ്ടും ആദ്യം ടെക്സ്റ്റ് മാറ്റി, എനിക്ക് ടെക്സ്റ്റ് വേണ്ട. ഓക്കെ, ഇമേജ് കൊണ്ടിരുന്നു, അടുത്ത ഇമേജ് അപ്ലോഡ് ചെയ്യുന്നു, അടുത്ത ആനിമലിൻ്റെ ഫേസ് കൊണ്ടിരുന്നു. എലിഫൻ്റ് ആണെങ്കിൽ എലിഫൻറ്റ്. ഓക്കെ, ഓപ്പൺ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എലിഫൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എലിഫൻറ്റിനും നേരത്തെ ചെയ്ത പോലെ തന്നെ ഹൈറ്റും വിഡ്ത്തും മാറ്റുമോ, പെർസെൻറ്റേജ് മാറ്റിയിട്ട് നേരത്തെ ചെയ്ത് എത്രയാണ് പെർസെൻറ്റേജ് ഹൈറ്റ് 20%. ഓക്കെ കൊടുക്കുമോ. ഇനി വിഡ്ത്ത് 35% ആയിരുന്നു, 35 കൊടുക്കുമോ. ഓക്കെ, അപ്പോൾ എല്ലാവരും സെൻറ്ററിൽ വന്നിട്ടുണ്ട്. ഇതേ രീതിയിൽ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നേ ഉള്ളൂ. എല്ലാ ആനിമലിൻ്റെയും ഫോർമാറ്റ് ഇതേ മോഡലിൽ എല്ലാ ആനിമലിനും ക്രിയേറ്റ് ചെയ്യുക. അത് ഈ ഒരു ഹൊറിസോണ്ടൽ അറേഞ്ച്മെൻറ്റ് വെച്ചിട്ട് തന്നെ ചെയ്ത് പോവാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കണ്ടോ സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ഇപ്പോൾ എൻ്റെ മൊബൈൽ ആപ്പിൽ ഞാൻ റിസൾട്ട് വ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തും എനിക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ രീതിയിൽ അടുത്ത ആനിമൽസിന് ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് ആനിമൽസിന് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു 4 കാണിച്ചു, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അറേഞ്ച്മെൻറ്റ് നമുക്ക് ഏകദേശം ഞാൻ എൻ്റെ അടുത്ത കംപ്ലീറ്റ് ആയിട്ട് പറയുന്നില്ല, ഓരോരോ ആനിമൽസ് ഇതേ രീതിയിൽ തന്നെ പോകേണ്ടത്, ഇതേ രീതിയിൽ ഓരോന്നോരോന്ന് ക്രിയേറ്റ് ചെയ്ത് വരും. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി അടുത്ത നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു ബട്ടൺ, ഇപ്പോൾ യൂസർ ഇൻ്റർഫേസ് റെഡിയാണ് അല്ലേ, നമ്മൾ ഈ രീതിയിലല്ല കണ്ടിട്ടുള്ളത് ഓൾറെഡി. അപ്പം ഈ ആപ്പിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഓക്കെയാണ്. ഇനി നെക്സ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് വരണം. അപ്പോൾ സൗണ്ടിൻ്റെ ഒരു സെക്ഷനിലേക്ക് നമുക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൗണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് നമുക്ക് വേണ്ടത്, സൗണ്ടിൻ്റെ ടൂളാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ സൗണ്ടിൻ്റെ ടൂൾ എടുക്കാൻ വേണ്ടിയിട്ട് മീഡിയയിൽ പോവാം, ഈ ഒരു സൈഡിലേക്ക് പോയിട്ട് തന്നെ മീഡിയ സെക്ഷനിലേക്ക് പോവാം. എന്നിട്ട് ഇവിടെ കണ്ടോ കുറേ കാര്യങ്ങളുണ്ട്, ക്യാമറ, ഫയൽ പിക്കർ, ഇമേജ് പിക്കർ, പ്ലെയർ. ഇപ്പോൾ സൗണ്ട് എന്നുള്ള സംഭവം കണ്ടോ. അപ്പോൾ സൗണ്ട് ക്ലിക്ക് ചെയ്യുക, സൗണ്ട് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ കൊണ്ടുവരാം. ഓക്കെ, അതായത് നോൺ വിസിബിൾ കോമ്പണൻറ്റ് കാണിച്ചിട്ടുണ്ട്, അത് നോൺ വിസിബിളാണ്, അത് സൗണ്ട് കാണാൻ കഴിയില്ല, കേൾക്കാനേ പറ്റും, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇപ്പോൾ എത്ര നമ്മൾ ആനിമലിനെ ആക്കി, 4 ആനിമലിന് വേണ്ടിയിട്ട് 4 സൗണ്ട് ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ ഇടും. ഓക്കെ, 1 2 3 3 അടുത്തതിന് 4. സോറി, ഇത് നെറ്റ് കണക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ചിലപ്പോൾ ചെറുങ്ങനെ ഡിലേ കാണിക്കും, നെറ്റ് സ്ലോ ആണെങ്കിൽ. ഓക്കെ, ഡ്രാഗ് ചെയ്തിട്ട് അങ്ങോട്ട് ഇടും. ഓക്കെ, സൗണ്ട് വന്നു. ഓക്കെ, 4 സൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 സൗണ്ടിൻ്റെ അതിന് പ്രോപ്പർട്ടീസ് നമ്മൾ ഡിഫൈൻ ചെയ്യണം അല്ലേ. അപ്പോൾ സൗണ്ടിന് നേർക്ക് ക്ലിക്ക് ചെയ്താൽ സൗണ്ടിൻ്റെ പ്രോപ്പർട്ടി ഇതേ ഒരു സൈഡിൽ കാണാം. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് വരേണ്ടത് കാറ്റിൻ്റെയാണ്. അപ്പോൾ അപ്ലോഡ് ഫയൽ കൊടുക്കുക, വീണ്ടും ക്ലിക്ക് ചെയ്യുക. കാറ്റിൻ്റെ സൗണ്ട് വരണമെങ്കിൽ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് ഇതെല്ലാം. കാറ്റിൻ്റെ സൗണ്ട് ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ കൊടുക്കും, ഓക്കെ കൊടുക്കും. അപ്പം ഈ ഒരു സൗണ്ടിൻ്റെ ഈ സൗണ്ട് 1 എന്നുള്ള സാധനത്തിൻ്റെ പ്രോപ്പർട്ടീസിൽ കാറ്റിൻ്റെ സൗണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി അതേ രീതിയിൽ സൗണ്ട് 2ൽ പോയിട്ട് സൗണ്ട് 2ൻ്റെ പ്രോപ്പർട്ടീസ് എടുക്കുക, സോഴ്സ് എടുക്കുക, അപ്ലോഡ് ഫയൽ കൊടുക്കുക, ചൂസ് ഫയൽ കൊടുക്കുക. അടുത്ത് നിന്നാണ് ഡോഗൽ വരുന്നത്, സോറി അടുത്ത കൗവാണ്, സോറി. അപ്പോൾ കൗവിൻ്റെ സൗണ്ടിലേക്ക് പോകും. ഓക്കെ, കൗവിൻ്റെ സൗണ്ടിലേക്ക് പോകും, ഓക്കെ കൊടുക്കുക. ഓക്കെ, കൗവിൻ്റെ സൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ തേർഡ് ആനിമൽ എന്നാൽ ഡോഗ്. അപ്പോൾ ഡോഗിൻ്റെ സൗണ്ടിൻ്റെ അതേ സോഴ്സ് പോയിട്ട് അപ്ലോഡ് ഫയൽ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. പിന്നെ ഡോഗിൻ്റെ സൗണ്ട് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക, ഓക്കെ കൊടുക്കും.
ഇപ്പോൾ സൗണ്ട് 3ലും ഡോഗിൻ്റെ വന്നിട്ടുണ്ട്, സൗണ്ട് 3ൽ ഡോഗിൻ്റെ വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സൗണ്ട് 4 എലിഫൻ്റ് ആണ്. അപ്പോൾ സോഴ്സ് പോവുക, വീണ്ടും അപ്ലോഡ് ഫയൽ കൊടുക്കുക, ചൂസ് ഫയൽ കൊടുക്കുക. ഇനി എലിഫൻ്റ് ഉണ്ടോ, എലിഫൻ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, 4 ഇപ്പോൾ സൗണ്ട് വന്നിട്ടുണ്ട്. 4 സൗണ്ട് ഈ ഒരു ടൂളിലേക്ക് നമ്മൾ പ്രോപ്പർട്ടീസ് മാറ്റിയിട്ട് അതായത് കൺസേൺഡ് ആനിമലിൻ്റെ സൗണ്ട് കൊടുത്തിട്ടുണ്ട്, സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതായത് ഇതിൻ്റെ പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ സൗണ്ട് 1 ക്ലിക്ക് ചെയ്ത് നമുക്ക് റീനെയിം ചെയ്തിട്ട് മാറ്റാം. സൗണ്ട് 1 ഇതിൻ്റെയാണ്, കാറ്റിൻ്റെയാണ്. അപ്പോൾ കാറ്റെന്ന് ക്ലിക്ക് ചെയ്യാം, കാറ്റെന്ന് ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, സൗണ്ട് 2 ഇതിൻ്റെയാണ്, സൗണ്ട് 2ൻ്റെ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം കൊടുക്കാം, ഇതിൻ്റെ കവ് കൊടുക്കാം, ഇതിൻ്റെ ഓക്കെ കൊടുക്കാം. ഇനി സൗണ്ട് 3 റീനെയിം ചെയ്യാം, ഡോഗ് അല്ലേ, ഡോഗ് കൊടുക്കും, ഡോഗ്. ഓക്കെ, ഇനി സൗണ്ട് 4 ഇതേപോലെ തന്നെ റീനെയിം ചെയ്യാം, എലഫൻ്റ് കൊടുക്കും, ഓക്കെ കൊടുക്കും. അപ്പോൾ സൗണ്ട് ഇതിൻ്റെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കണ്ടോ. ഇനി അതേ രീതിയിൽ ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വിട്ടുപോയതാണ്, ബട്ടണും നമുക്ക് അതേപോലെ തന്നെ മാറ്റാം. ഇപ്പം ബട്ടൺ 1 ബട്ടൺ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് ബട്ടൻ്റെ പേരും അതേപോലെ തന്നെ മാറ്റിയിട്ട് ഇപ്പം ബട്ടൺ 1 ഏതായിരുന്നു നമുക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മയുണ്ടാവില്ല. അപ്പം ബട്ടൻ്റെ നേർക്ക് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അപ്പോൾ ബട്ടൻ്റെ പേര് നമുക്ക് മാറ്റാൻ പറ്റും. ബട്ടൺ 1 ക്ലിക്ക് ചെയ്താൽ ക്ലോസ് ബട്ടൺ ആണത്. വേണമെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് റീനെയിം കൊടുക്കാം, എന്നിട്ട് ക്ലോസ് അല്ലേ, ക്ലോസ് ബട്ടൺ, ക്ലോസ് എന്ന് കൊടുക്കും, ഓക്കെ കൊടുക്കും. ഇനി രണ്ടാമത്തെ ബട്ടൺ ഏതാണ് വരുന്നത്, കാറ്റിൻ്റെയാണ്. അപ്പോൾ വീണ്ടും റീനെയിം ചെയ്തിട്ട് കാറ്റ് എന്ന് കൊടുക്കാം, ഓക്കെ കൊടുക്കും. അത് ഓൾറെഡി ഞാൻ പേര് കൊടുത്തിട്ടുണ്ടാണ്, അവിടെ സൗണ്ടിന് ഓൾറെഡി കാറ്റ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് നെയിം അതിൻ്റെ വരും, അപ്പോൾ കാറ്റ് 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ബട്ടൺ വരുന്നത് കൗവിൻ്റെയാണ്. അപ്പോൾ കൗവിൻ്റെ റീനെയിം കൊടുത്തിട്ട് കൗ 1 എന്ന് കൊടുക്കാം. ഇനി അടുത്ത ബട്ടൺ വരുന്നത് ഡോഗിൻ്റെയാണ്, റീനെയിം ചെയ്യുക, ഡോഗ് 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ബട്ടൺ 5 വരുന്നത് ഇതിൻ്റെയാണ്, എലിഫൻറ്റിൻ്റെ, റീനെയിം കൊടുക്കുക, എലിഫൻറ്റ് 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാ ബട്ടണും പേരും ആയിട്ടുണ്ട്. ഓക്കെ, കാരണം ഇത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇതൊരു നമ്മളൊരു ഇനി വലിയ ആപ്പെല്ലാം ഡെവലപ്പ് ചെയ്യും, ഇതിപ്പോൾ ചെറിയ ആപ്പ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി വലിയ ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിന് കണക്കായിട്ട് പേര് മാറ്റി കൊടുക്കേണ്ടി വരും, ഇല്ല നമുക്ക് പിന്നെ തീരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല, അതെല്ലാം ബട്ടണൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളെ ഏകദേശം ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടുണ്ട്. യൂസർ ഇൻ്റർഫേസിലെ കാര്യം കറക്റ്റായിട്ടുണ്ട്, പേര് കൊടുത്തിട്ടുണ്ട്, ബട്ടണിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. അറേഞ്ച്മെൻറ്റ്, ഓറിയൻറ്റേഷൻ ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് യൂസർ ഇൻ്റർഫേസിൽ. അപ്പോൾ നമ്മളെ സ്ക്രീനിൽ പോയാൽ നമുക്ക് നമ്മളെ ഔട്ട്പുട്ടിൽ ഓൾറെഡി വ്യൂ ചെയ്യുന്നുണ്ട് എല്ലാം. ഓക്കെ, ഇനിയിപ്പം ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് വരണം, പ്ലസ് ഈ ഒരു ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്പ് ക്ലോസ് ആവും വേണം, ആ രീതിയിൽ നമുക്ക് വരേണ്ടത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇനി ഞാൻ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. ഇപ്പം ഡിസൈനർ സെക്ഷനിലായിരുന്നു ഇത്രയും നമ്മൾ ചെയ്തത്. ഇനി അടുത്ത ബ്ലോക്ക് സെക്ഷനിലേക്ക് പോകാം, ബ്ലോക്സ്. ഓക്കെ, ബ്ലോക്സ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബ്ലോക്സ് പോയാൽ ഇനി നമുക്ക് ഓരോന്നിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ആണ്. ക്ലോസ് ബട്ടൺ ഇവിടെയുണ്ട്, വളരെ സിമ്പിളാണ്. ക്ലോസ് ബട്ടൻ്റെ നേർക്ക് ഇതായിരുന്നല്ലോ ക്ലോസ് ബട്ടൺ, സ്ക്രീൻ 1 പോയാൽ ക്ലോസ് ബട്ടൺ ഇവിടെയാണ്. അപ്പോൾ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ കുറേ വ്യൂവറിൽ പോയാൽ കുറേ കാര്യങ്ങൾ കാണിച്ചിരും കണ്ടോ. ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കണം. വെൻ ക്ലോസ് ഡോട്ട് ക്ലിക്ക് കണ്ടോ, എന്ത് ചെയ്യണം, ഡോട്ട് ഫോക്കസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കണം എന്നല്ല കാണിക്കേണ്ടത്, അത് മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കുന്നുള്ളൂ. അപ്പോൾ വെൻ ക്ലോസ് ഡോട്ട് ക്ലിക്ക് എന്ന് വരും. ഓക്കെ, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കണം. ഇനി നെക്സ്റ്റ് ഇതേപോലെ തന്നെ കാറ്റ് ബട്ടൻ്റെ പ്രോപ്പർട്ടീസ് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതാണ്. കാറ്റ് ബട്ടൻ്റെ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്താൽ കാറ്റ് 1 എന്ന് ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കണം. ഇനി കൗ 1 എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് സംഭവിക്കണം. ഡോഗിനെ ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കണം. എലിഫൻറ്റിനെ ക്ലിക്ക് ചെയ്ത് എന്ത് സംഭവിക്കണം. 4 ആനിമലായല്ലോ. ബാക്കിയുള്ള നിങ്ങൾ നല്ല നോക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യും ഓരോന്നായിരുന്നു. കാരണം ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് പറയാം. 4 ആനിമൽസിൻ്റെ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം, അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ക്ലോസ് ബട്ടൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിലേക്ക് പോകും. അപ്പോൾ ബിൽഡിന് കൺട്രോൾ, ലോജിക്ക്, കുറേ മാത്സ് ഓപ്പറേറ്റർ, ലിസ്റ്റ്, ടെക്സ്റ്റ്, കുറേ കാര്യങ്ങളുണ്ട്, ഡിക്ഷണറി, കുറേ കാര്യങ്ങളുണ്ട്, പ്രൊസീജിയർ,
വലിയ രീതിയിൽ വരുന്നത്. പക്ഷേ ഇതെല്ലാം ബ്ലോക്ക് ബേസ്ഡാണ്, നമുക്ക് കൂടുതൽ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അധികം. ഓക്കെ, അപ്പോൾ ഇവിടെ കൺട്രോളിൽ പോവാം. കൺട്രോളിൽ പോയാൽ കുറേ ഓപ്ഷൻസ് ഉണ്ടോ, ഈഫ് ദെൻ എൽസ്, കുറേ കാര്യങ്ങളുണ്ട്. അതായത് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് എന്ത് സംഭവിക്കണം, അതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ആണെന്ന് ഞാൻ പറയുന്നത്. ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ, കൺട്രോളിൽ പോയാൽ ഡ്രാഗ് ചെയ്താൽ താഴോട്ട് പോയാൽ ക്ലോസ് ആപ്ലിക്കേഷൻ കണ്ടോ, അത് എടുക്കുക. ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവെക്കും. ഓക്കെ, ഇനിയിപ്പോൾ ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇത്രേ സംഭവമേ ഉള്ളൂ. നമ്മൾ കുറേ ടൈപ്പ് ചെയ്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ബ്ലോക്ക് ബേസ്ഡാണ്, ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരേണ്ടത്. ക്ലോസ് ബട്ടൺ, അതേ ക്ലോസ് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ക്ലോസ് ആവും, അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വെൻ കാറ്റ് വൺ ഡോട്ട് ക്ലിക്ക് ഡു, കാറ്റിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് വരണം. അതിന് വേണ്ടിയിട്ട് എവിടെ പോകേണ്ടത്, താഴോട്ടേക്ക് പോവുക. ഞാൻ സൗണ്ട് നോൺ വിസിബിൾ കോമ്പണൻ്റ് ഉള്ളൂ, അവിടെ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് പോകും. കാറ്റിൻ്റെ സൗണ്ട് നമുക്ക് നേരത്തെ നമ്മൾ സോസ് കൊടുത്തിട്ട് കാറ്റിൻ്റെ സൗണ്ട് ആക്കിയില്ല, ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഇവിടെ ഇപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ കുറേ കാര്യങ്ങളൊന്നും, കോൾ പ്ലേ, കാറ്റ് സൗണ്ട് പ്ലേ, റെസ്യൂം, സ്റ്റോപ്പ്, വൈബ്രേറ്റ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ കോൾ കാറ്റ് ഡോട്ട് പ്ലേ, അപ്പോൾ കാറ്റിൻ്റെ സൗണ്ട് പ്ലേ ചെയ്യണം, അതിന് വേണ്ടി അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഈ ഒരു പോർഷൻ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരും. ഓക്കെ, ഇനി നെക്സ്റ്റ് കൗവിൻ്റെ സൗണ്ടാണ്. കൗവിൻ്റെ സൗണ്ട് ഇതേപോലെ തന്നെ കോൾ കൗ ഡോട്ട് പ്ലേ. അപ്പോൾ പേരിൽ വലിയ കാര്യമായിരുന്നു, കാരണം പേരിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ. ഇനി ഡോഗിൻ്റെ അതേപോലെ തന്നെ ഡോഗിൻ്റെ കോൾ ഡോഗ് ഡോട്ട് പ്ലേ. ഇനി എലിഫൻറ്റിനും അതേപോലെ തന്നെ കോൾ എലിഫൻറ്റ് ഡോട്ട് പ്ലേ. ഇത്രയേ ഉള്ളൂ. കോഡിങ് വളരെ ചുരുക്കമാണ്, ഇത് വളരെ സിമ്പിളായിട്ടുള്ള ആപ്പാണ്. അപ്പോൾ നമ്മൾ അറേഞ്ച്മെൻറ്റും ഈ ഒരു കാര്യങ്ങളെ കുറച്ചും ടൈം എടുത്തത്, ഇതിന് വേണ്ടിയിട്ട് അധികം ടൈം എടുക്കുന്നില്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസൈനർ ഇപ്പം ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. ഓരോന്നിൻ്റെ ഫംഗ്ഷൻസ്, ഓരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം എന്നുള്ള ഫംഗ്ഷൻസ് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൺ ദ സ്പോട്ടിലാണ് ഈ ഒരു ഔട്ട്പുട്ട് വ്യൂ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി കാണാം ഔട്ട്പുട്ട് ഓൾറെഡി വ്യൂ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഓരോ ബട്ടൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഈ ഒരു ആനിമലിനെ ക്ലിക്ക് ചെയ്ത സൗണ്ട് വരേണ്ടതാണ്. ഓക്കെ, കാറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്ത് ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ്, ക്ലോസ് ബട്ടൺ ഡിഫൈൻ ചെയ്തും ആനിമലിൻ്റെ പ്രോപ്പർട്ടീസ്, ഓരോ ആനിമലിൻ്റെയും പ്രോപ്പർട്ടീസ് സൗണ്ട് വരുന്നതെല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആനിമലിൻ്റെ ഈ നമ്മൾ കാറ്റിനെ ആദ്യം ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കാറ്റിന് സൗണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോഗ് ആണെങ്കിൽ അപ്പം ഓരോ ആനിമലിൻ്റെയും ക്ലിക്ക് ചെയ്യുമ്പോൾ അതൊരു രീതിയിൽ സൗണ്ട് വരും. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള ഓരോ ബട്ടണും ക്രിയേറ്റ് ചെയ്യുക. ആനിമൽസിന് സെലക്ട് ചെയ്തിട്ട് ഐക്കൺസ് എല്ലാം മാറ്റി സെറ്റാക്കുക, എന്നിട്ട് സൗണ്ട് സെലക്ട് ചെയ്യുക, എല്ലാം സെറ്റാക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ എല്ലാ കാര്യം കംപ്ലീറ്റ് ആയി, നമ്മൾ ഔട്ട്പുട്ട് വ്യൂ ചെയ്ത് എല്ലാം ഓക്കെയാണ്. ഓക്കെ, ഔട്ട്പുട്ടെല്ലാം പക്കയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയ ആപ്പിലെ ഐക്കൺ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നിരുന്നത്. ഐക്കൺ ഒരു ആനിമൽ നിൽക്കുന്ന ഐക്കൺ, അപ്പോൾ ഐക്കൺ നമുക്ക് മാറ്റാൻ പറ്റും. അതായത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പിൻ്റെ ഐക്കൺ നമുക്ക് മാറ്റാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റ് പ്രോപ്പർട്ടീസ് പോവാം. ഓക്കെ, അതിനുശേഷം ഇവിടെ താഴോട്ട് പോയാൽ ഇവിടെ കണ്ടോ ഐക്കൺ എന്നുള്ള സെക്ഷൻ കണ്ടോ, അവിടെ പോയിട്ട് ഇവിടെ ഇപ്പോൾ നണ്ണാണ് ഉള്ളത്. ബൈ ഡീഫോൾട്ട് വേറൊരു ഐക്കണ വരുമോ, അതിന് പകരമായിട്ട് നമ്മളെ ഇഷ്ടമുള്ള നമുക്ക് ഐക്കൺ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അപ്ലോഡ് ഫയൽ കൊടുക്കും, ചൂസ് ഫയൽ കൊടുക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഐക്കണാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കും, ഓക്കെ കൊടുക്കും, ഇവിടെ ഓക്കെ കൊടുക്കും. ഓക്കെ, ആ ഒരു PNG വന്നിട്ടുണ്ട്. അത് നമുക്ക് സ്പോട്ടിൽ കാണാൻ കഴിയില്ല, നമ്മൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അത് കാണാം. അത് ഐക്കൺ വേറെ തന്നെ കാണാം. ഓക്കെ, ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇനി ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് ആപ്പിൻ്റെ നമ്മളെല്ലാം ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു, എല്ലാം സെറ്റാണ്. ഓക്കെ, ഇനി അത് ബിൽഡ് ചെയ്യണം. ബിൽഡ് പൊതുവേ നമ്മൾ .apk എന്നുള്ള ഫോർമാറ്റിൽ നമ്മൾ പൊതുവേ ഡൗൺലോഡ് ഈ ഒരു ആപ്ലിക്കേഷനിലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് നമുക്ക് കാണാം .apk എന്നുള്ള ഫോർമാറ്റിലാണ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബിൽഡ് സെക്ഷനിലേക്ക് പോവാം. എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ആപ്പ് ബ്രാക്കറ്റിൽ .apk ഉണ്ടോ അവിടെ ക്ലിക്ക് ചെയ്യാം. കുറച്ചും വെയിറ്റ് ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, 75%, കാരണം ഇത് ഫൈനൽ കമ്പൈലേഷനാണ്. അപ്പോൾ ഇതിന് ശേഷം 100%. ഓക്കെ, അപ്പോൾ 100% അതിന് ശേഷം വേറൊരു വിൻഡോ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു വിൻഡോയിൽ കണ്ടോ ആൻഡ്രോയിഡ് ആപ്പ് ഫോർ ആനിമൽ, അത് ഓൾറെഡി കംപ്ലീറ്റ് ആണ്. നമ്മളെ ആപ്പെല്ലാം സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആണ്. നമ്മൾ ചെക്ക് ചെയ്ത് ഔട്ട്പുട്ടെല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം മാത്രം ഈ ഒരു ബിൽഡ് കൊടുക്കുക. ബിൽഡ് കൊടുത്തിട്ട് ഈ ശേഷം ഡൗൺലോഡ് .apk നൗ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഡൗൺലോഡ് കൊടുക്കും.
ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ടൈം അടിക്കും, കാരണം അത് അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് അതിന് കണക്കായിട്ട് നമ്മൾ എത്രത്തോളം കണ്ടൻസ് കൊടുക്കുന്നു അതിന് കണക്കായിട്ട് ഇതിൻ്റെ സൈസ് കൂടി വരും. ഓക്കെ, ഈ ഒരു ആപ്പിൻ്റെ സൈസ് കൂടി വരും, കാരണം നമ്മളിപ്പം MP3 കുറച്ച് സാധനങ്ങളെല്ലാം കൊടുത്തല്ലോ, സൗണ്ടെല്ലാം കൊടുത്തല്ലോ. അപ്പം ഞാൻ ഡൗൺലോഡ്സ് പോന്നു, ഓട്ടോമാറ്റിക്കലി ഈ ഒരു സെക്ഷനിലേക്ക് വരേണ്ടതാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ട്. ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നമുക്ക് ഡയറക്റ്റ്ലിയും ഡൗൺലോഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്യണമെന്നില്ല, നമ്മൾ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ്ലിയും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതും ട്രൈ ചെയ്യാം നമുക്ക്. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഡൗൺലോഡ് APK ഈ ഒരു OPKൻ്റെ ഫോർമാറ്റ് തന്നെ, APKൻ്റെ ഫോർമാറ്റായിട്ട് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കമ്പ്യൂട്ടറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ കമ്പ്യൂട്ടറിൽ നിന്ന് ഡയറക്റ്റ്ലി ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. അതെടുത്തിട്ട് നമ്മൾ മൊബൈലിൽ കൊണ്ടുപോയിട്ട് മൊബൈലിൽ നിന്ന് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഈ ഒരു QR കോഡ് ഉണ്ടോ അത് സ്കാൻ ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇപ്പം ഡൗൺലോഡ് ചെയ്ത ഫയൽ ഈ ഒരു ഫയലാണ് നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ, ഈ ഒരു ഫയലാണ് ഡൗൺലോഡ് ചെയ്തത്. അപ്പം അതിൻ്റെ പേര് നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിനെ മേലെ കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഒരു ആപ്പ് ഞാൻ മൊബൈലിൽ കൊണ്ടുവന്ന് മൊബൈലിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അത് നെക്സ്റ്റ് അത് കാണാം. ഓക്കെ, മൊബൈലിൽ കൊണ്ടുവന്നു, MIT ആപ്പ്. ഓക്കെ, ആ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ മൊബൈലിൽ ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, മൊബൈലിലെ കാര്യങ്ങൾ ഓപ്പൺ ചെയ്യും. ഓക്കെ, മൊബൈലിൽ ഓപ്പൺ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഇവിടെ സ്റ്റോറേജ് പോയിട്ട് ഇതാ MIT ആപ്പ് ഇൻവെൻറ്റർ, MIT ആപ്പ് എന്ന് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച ആപ്പ്, ഇപ്പോൾ നിലവിൽ ഉണ്ടാക്കി വെച്ച ആപ്പ്. ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്യാം. ഡു യു വോണ്ട് ടു ഇൻസ്റ്റാൾ ദിസ് ആപ്പ്? ഇപ്പം കണ്ട ഐക്കൺ മാറിയിട്ടുണ്ട്, ഐക്കൺ ഞാൻ കൊടുത്ത ഐക്കൺ വന്നിട്ടുണ്ട്. ഡു യു വോണ്ട് ടു ഇൻസ്റ്റാൾ ദിസ് ആപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു പുറമേ നിന്ന് വരുന്ന ഒരു ആപ്പ് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഇങ്ങനെ പറയും ആപ്പ് സ്കാൻ റെക്കമെൻഡ് എന്നെല്ലാം പറയും. പക്ഷേ അതിന് നമ്മൾ സ്കിപ്പ് ചെയ്യുക, ഇൻസ്റ്റാൾ വിത്തൗട്ട് സ്കാനിങ് കൊടുക്കും. ഓക്കെ, ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കും. ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഉണ്ടോ? അപ്പോൾ ആപ്പ് റെഡിയാണ്, ഇതിൻ്റെ അത് ഫംഗ്ഷൻ ആകുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. കാറ്റിനെ ക്ലിക്ക് ചെയ്ത് കാറ്റിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. ഓരോന്നിൻ്റെ സൗണ്ട് കൃത്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഏത് രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം, ഇതേ മോഡലിൽ കൊടുക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി ക്ലോസ് ബട്ടൺ അമർത്തിയത് ക്ലോസ് ആവും. അപ്പോൾ ക്ലോസ് ആയിട്ടുണ്ട്, ആപ്പ് ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.